തോട് കഴിഞ്ഞ് നടക്കുമ്പോൾ ദേവുവിൻ്റെ മുഖം എന്നത്തെയും പോലെ വീർത്തിരിക്കുന്നുണ്ട്. ഇന്നും നേരത്തെ പോയോ? നീതു ചോദിച്ചു. പോവാതെ പിന്നെ ഇങ്ങനെ എന്തിനാണാവോ എന്നെ കല്യാണം കഴിച്ചത്? ദേവു പിറുപിറുത്ത് നടന്നു. എന്താ പ്രശ്നം? എന്നോടൊന്ന് ശരിക്കും മിണ്ടുന്നു പോലുമില്ല. എത്ര ദിവസം ആയെന്നറിയോ? അത് അമ്പലത്തിലെ പണി തുടങ്ങിയ കാരണമല്ലേ? അതിന് ഭാര്യയോട് മിണ്ടരുത് നോക്കരുത് എന്നൊക്കെ നിയമമുണ്ടോ? ദേവുവിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. പോട്ടടി, ഇന്നും നാളെയും കൂടിയല്ലേ ഉള്ളൂ. മറ്റന്നാൾ വിളക്കായില്ലേ? ദേവുവിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അന്ന് നേരത്തെ പോകും, വൈകി വരുമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞു. ഇത് 4ാം ദിവസമാണ്. ഇതുവരെ മുഖത്തേക്ക് പോലും ഒന്ന് നോക്കിയിട്ടില്ല. ചങ്ക് പിടയുന്നു. രാത്രി വൈകി വരും, കഴിച്ചെന്ന് പറഞ്ഞ് പോയി കിടക്കും. രാവിലെ നട തുറന്ന് പൂജ കഴിഞ്ഞാൽ പോകുന്ന കാണാം. ചില സമയത്ത് ദേഷ്യം വരും, ചില സമയത്ത് സങ്കടവും. ഈ ദിവസങ്ങളിൽ തന്നെ ആകെ ഒറ്റപ്പെട്ടു. ഭ്രാന്ത് വരുന്ന അവസ്ഥ. എൻ്റെ ദേവു, നീ ഇങ്ങനെ ഗ്ലൂമി ആവല്ലേ. 2 ദിവസം കൂടി ക്ഷമിക്കടാ. നീയല്ലേ പറഞ്ഞ് മൊത്തം കടമുണ്ടെന്ന്. എടി, അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എന്നോട് മിണ്ടിക്കൂടെ? അച്ഛനിനി അമ്പലത്തിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞു കാണോ? ഏയ്, ഇനി എന്ത് പറഞ്ഞാലും കാര്യമില്ലല്ലോ. നീ ടെൻഷൻ ആവണ്ട. ഇനിയുള്ള 2 ദിവസം കൂടി കഴിയട്ടെ. എന്നിട്ടും അങ്ങേര് അങ്ങനെ തന്നെയാണെങ്കിൽ നീ കുത്തിന് പിടിച്ച് ചോദിക്ക്. ദേവു കണ്ണു തുടച്ചു. മോളെ, ബ്ലൗസ് ആയിട്ടോ? ദേവു നീതും തിരിഞ്ഞു നോക്കി. കമലേച്ചി മുറ്റമടിക്കുകയാണ്. ഞാൻ വൈകുന്നേരം വാങ്ങാൻ ചേച്ചി, ദേവു പറഞ്ഞു. ആ, കമലേച്ചി വീണ്ടും മുറ്റമടി തുടർന്നു. നിന്റെ കയ്യിൽ കാശുണ്ടോ? നീതു ചോദിച്ചു. ചേട്ടനൊരു എമൗണ്ട് എല്ലാ മാസവും അയക്കാറില്ലേ? അത് അയക്കുന്നുണ്ട്, ദേവു ചിരിച്ചു. ആ, അത് നന്നായി. ട്യൂഷൻ പിള്ളേർ എങ്ങനെയുണ്ട്? ഓ, അവരുള്ളതുകൊണ്ട് നേരം പോകുന്നുണ്ട്. പക്ഷെ നല്ല ബുദ്ധിമുട്ടാണ് പറഞ്ഞു കൊടുക്കാൻ, ദേവു പറഞ്ഞു. എത്ര പേരുണ്ട്? ഇപ്പോൾ 8 പേരായി. ഇന്നലെ 2 പേര് കൂടി വന്നിട്ടുണ്ട്. കുറച്ച് കുട്ടികൾ അറിഞ്ഞു വരുന്നുണ്ട്. നല്ലതാ. ഞാനും തുടങ്ങിയാലോ? തുടങ്ങിക്കോ. രണ്ടാളും ബസ് സ്റ്റോപ്പിലെത്തി ചിരിയോടെ നിൽക്കുമ്പോൾ നാരായണൻ ബൈക്കിൽ കടന്നുപോയി. ദേവു കണ്ടിട്ടും നോക്കാൻ പോയില്ല. അച്ഛൻ ഇനി എന്തെങ്കിലും നന്ദേട്ടനോട് പറഞ്ഞോ എന്നൊരു പേടിയുണ്ട്. വൈകിട്ട് വരുമ്പോൾ ബ്ലൗസ് വാങ്ങി. ഇനി നേരെ പോയി ചായ വെച്ച് കുടിക്കുമ്പോൾ അപ്പോഴേക്കും കുട്ടികളെത്തും. പിന്നെ ആകൊരു ബഹളമാണ്. മുറ്റം അടിക്കുമ്പോഴും കഴിക്കാൻ ഉണ്ടാക്കുമ്പോഴും വിളിയാണ്, ചേച്ചി ചേച്ചി. ഒരു ജോലി മുഴുവനായി ചെയ്യാൻ വിടില്ല. പക്ഷേ അതും രസമാണ്. അവരില്ലെങ്കിൽ തൻ്റെ അവസ്ഥ. 7 മണിയോടെ അവരും തിരിച്ചു പോവും. പിന്നെ ഡോറടിച്ച് ലോക്ക് ചെയ്താൽ 11 മണിയോടെ ദേവു എന്ന വിളിയോടെ അല്ലാതെ ഡോർ തുറക്കില്ല. പിന്നെ 2 ദിനങ്ങൾ അങ്ങനെ തന്നെ. ദേവു ചോറ്, ദേവു ഞാൻ ഇറങ്ങുന്നു. ഇതല്ലാതെ വേറെയൊന്നും ഈ 5 ദിവസത്തിനുള്ളിൽ കേട്ടിട്ടില്ല. ഒരു നോട്ടം പോലും നേരെയില്ല. ഇന്ന് കഴിയില്ലേ? കാർത്തിക വിളക്കിൻ്റെ അന്നും അവൻ ഇറങ്ങുന്ന കണ്ടപ്പോൾ പ്രതീക്ഷയോടെ വാതിൽക്കൽ നിന്നു. വൈകുന്നേരം അല്ലേ, അപ്പോഴേക്കും തീർക്കാൻ കുറച്ചുണ്ട്. ആ മണ്ഡപത്തിൻ്റെ മുകൾ വശം. നന്ദൻ ഇരുട്ടിലേക്ക് നടന്നു. 6 മണിയോടെ വെളിച്ചമൊന്നുമില്ല. നന്ദൻ ഇരുട്ടിലേക്ക് നടന്നു. 6 മണിയോടെ വെളിച്ചമൊന്നുമില്ല. ഇപ്പോൾ ആർക്കാ മണ്ഡപത്തിൽ കയറാണ്ട്? ദേവു പിറുപിറുത്തു. ക്ലാസ്സിൽ പോവാൻ നിന്നില്ല. നീതും ലീവാണ്. ഒന്ന് അടിച്ചു തുടച്ചു. ഉച്ചയ്ക്ക് ഫോൺ ബെല്ലടിച്ചപ്പോൾ ഓടി വന്നെടുത്തു. പ്രതീക്ഷിച്ച പോലെ നന്ദേട്ടനാണ്. ഹലോ. ആ, ഞാനാ. എനിക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റുമോ എന്ന് അറിയില്ല. നീ താരത്തിൻ്റെ ഒപ്പം വരില്ലേ? ശരിക്കും കണ്ണു നിറഞ്ഞു പോയി. നല്ലൊരു വിശേഷ ദിവസമായിട്ട് ഒരുമിച്ച് തൊഴാൻ പോവാമെന്ന് കരുതി. മൂളുന്നത് പോലും ശരിക്ക് പുറത്തു വന്നോ എന്ന് അറിയില്ല. പിന്നെ വരുമ്പോൾ എൻ്റെ ഒരു ജോഡി ഡ്രസ്സ് എടുത്തോ? നന്ദൻ്റെ സ്വരത്തിൽ അപേക്ഷ. വേഗം കട്ടാക്കി. മനസ്സിൽ ദേഷ്യവും വാശിയും ഒരുമിച്ച് വന്നു. വൈകുന്നേരത്തേക്കുള്ള ഫുഡ് എല്ലാം നേരത്തെ തയ്യാറാക്കി. ഡി വിളികേട്ട് തിരിഞ്ഞപ്പോൾ ആശ്ചര്യത്തോടെ കണ്ണുമിഴിച്ചു. നീതു നല്ല സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് സുന്ദരിയായി. ഡി, നീ എങ്ങനെ? നീ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ പൊക്കോളാൻ പറഞ്ഞു. നമുക്കിവിടെ നിന്ന് താരത്തിൽ കയറാൻ വേണ്ടി. അയ്യേ, നീ റെഡിയായില്ലേ? 4:30 പണി കുറച്ച് ഉണ്ടായിരുന്നു. മതി മതി, പോയി കുളിച്ചിട്ട് വാ. ഉണ്ടാക്കി വെച്ച ചപ്പാത്തി ഒന്ന് കടിച്ച് നീതു ഫോണും പിടിച്ച് ചെയറിലേക്കിരുന്നു. ദേവു വേഗം കുളിച്ചു വന്നു. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തേ? സെറ്റ് സാരി ഉടുക്കുമ്പോഴും അവളുടെ മുഖത്തെ മങ്ങൽ നീതു ശ്രദ്ധിച്ചു. ദേവു നന്ദൻ ഫോൺ വിളിച്ച കാര്യം പറഞ്ഞു. അതാണോ? അങ്ങേരെ നമുക്ക് ഞെട്ടിക്കാടി. നീ ഒരുങ്ങ്. നിന്നെ കണ്ട് അമ്പലത്തിൽ വെച്ച് അങ്ങേരെ കിസ് ചെയ്യണം. ദേവു ഒരുങ്ങുന്നതിനൊപ്പം നീതുവിൻ്റെ മേക്കപ്പ് കൂടിയായി. ഇത് മതി. മെറ്റലിൻ്റെ ചോക്കറും ജിമിക്കും എടുത്ത് നീട്ടി. ഇത് വേണോ? സിമ്പിളായി പോയാൽ പോരെ? പിന്നെ ഇതൊക്കെ എന്തിനാ വാങ്ങി വെച്ചേക്കുന്നേ? നീതു അവളെ അതൊക്കെ ധരിപ്പിച്ചു. ഇനി ആ കണ്ണൊക്കെ എഴുതി പൊട്ടയ്ക്കത്തോട് നന്ദൻ അവിടെ മൂക്കി കുത്തി വീഴണം. ദേവു ചിരിച്ചു. നന്നായി ഒരുങ്ങി വന്നപ്പോൾ 5 മണിയായി.
കവറിൽ എടുത്തു വെച്ച പ്ലേറ്റ് പൂക്കളും ചിരാതും എടുത്ത് നീതു അവളെ വിളിച്ചു. ദേവും തൻ്റെ കവറെടുത്തു. പുറത്തെ തോടിൻ്റെ വഴിയിലെത്തിയ കൂട്ടത്തിലേക്ക് ദേവും നീതുവും കയറി. മുമ്പിലായി ആനയും അതിന് പുറകിലായി ഇരുവശത്തും 2 ലൈനായി. ആദ്യം തുടങ്ങുന്നത് ചെറിയ പെൺകുട്ടികളിലാണ്. പട്ടുപാവാട ധരിച്ച് മുടിയിൽ മുല്ലപ്പൂ ചൂടി കയ്യിലും താലും പിടിച്ച് വയസ്സിനനുസരിച്ച് പോവും വഴി. വരിയുടെ അവസാനം മുത്തശ്ശിമാരാണ്. കാണാൻ തന്നെ എന്ത് ചന്തം. ദേവുവിനെയും നീതും ദർശൻ സെന്ററിലേക്ക് പിടിച്ചു നിർത്തി. ദേവു കയ്യിലുള്ള കവർ അവനെ ഏൽപ്പിച്ചു. രണ്ടാളും പ്ലേറ്റ് എടുത്ത് പൂക്കളും ചിരാതും വെച്ചു. ദർശൻ എണ്ണ പകർത്തി തിരിയിട്ട് കൊളുത്തി. ഏറ്റവും പുറകിലാണ് മേളം. അതിനു പുറകിൽ ആണുങ്ങളുടെ ഡാൻസാണ്. മേളത്തിനനുസരിച്ച് സ്റ്റെപ്പിടുന്നവർ, തുള്ളിക്കളിക്കുന്നവർ. യുവാക്കൾ മുതൽ അമ്മാവന്മാർ വരെ ആ ഗണത്തിൽപ്പെടുന്നു. അമ്പലത്തിലേക്ക് മെല്ലെ നടക്കാൻ പാടും. അവിടെ 5:45 കയ്യിലുള്ള ചിരാത് അമ്പലത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കണം. അന്ന് അമ്പലത്തിൽ 1000 ദീപങ്ങൾ തെളിയും. എല്ലാ വർഷവും അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ കുറച്ചു നേരം മേളമാണ്. പിന്നെ കൊമ്പന്മാർ നടയിൽ വെച്ച് യാത്ര പറഞ്ഞു പിരിയും. പിന്നെ കുട്ടികളുടെ കലാപരിപാടികൾ, ഗാനമേള. അമ്പലത്തിലേക്ക് അടുക്കുംതോറും ദേവുവിൻ്റെ കൈകൾ വിറച്ചു. തന്നെ തിരയുന്ന 2 കണ്ണുകളെ അവളും തിരഞ്ഞു. എന്നാൽ കണ്ടെത്താനായില്ല. 5:45 അമ്പലത്തിലെത്തി. നമുക്ക് ഇപ്രാവശ്യം കുളപ്പടിയിൽ വയ്ക്കാൻ ദേവു, അപ്പോൾ എടുക്കാൻ എളുപ്പമാവും. നീതുവിൻ്റെ വാക്കുകേട്ട് പോയപ്പോൾ ഞെട്ടിപ്പോയി. 12 പടിയിലും നിരനിരയായി വിളക്കുകളാണ്. നീതു ചമ്മലോടെ ചിരിച്ചു. ഏറ്റവും താഴത്തെ പടിയിൽ വയ്ക്കാം, ദേവു പറഞ്ഞു. വെള്ളമായാലോ? ഓ പിന്നെ. രണ്ടാളും ഡ്രസ്സ് ഒതുക്കി പിടിച്ച് താഴേക്കിറങ്ങി. വിളക്ക് വെച്ചു. തൊഴുതിട്ട് വരാടി, നീതു പറഞ്ഞു. രണ്ടാളും നടയിൽ കയറുമ്പോൾ പുതിയ പെയിൻറ്റിൻ്റെ മണം മൂക്കിലേക്ക് അടിച്ചു. ദേവുവിൻ്റെ കണ്ണുകൾ അവിടുത്തെ ചുമരിൽ ഓടി നടന്നു. ഡി, ദേവിയെ നോക്ക്. നീതു പിച്ചിയപ്പോൾ വേഗം നോട്ടം മാറ്റി. ഇനി ദേവിക്ക് പ്രത്യേക ഒരുക്കമൊക്കെയുണ്ട്. കണ്ണുകൾ അടച്ച് ശ്വാസം വിടാതെ ചുണ്ടുകൾ തമ്മിൽ പ്രാർത്ഥിക്കുമ്പോൾ ദേവിയുടെ മുഖവും തിളങ്ങി. ആ സമയം മണ്ഡലത്തിന് മുകളിലെ നിലയിൽ നിന്നും ജനലിലൂടെ നന്ദ പുറത്തേക്ക് നോക്കി. എല്ലാവരും സെറ്റുമുണ്ടോ സെറ്റ് സാരിയുമാണ്. എളുപ്പമല്ല കണ്ടുപിടിക്കാൻ. അവളെ കാണാൻ ഉള്ളൊന്ന് തുടിച്ചു. വേഗം കഴിയുമല്ലോ നന്ദ. ആശാൻ ഉള്ളറിഞ്ഞ പോലെ ഒന്ന് ചിരിച്ചു. കൈകളുടെ വേഗത കൂടി നെറ്റിയിലെ വിയർപ്പ് തുടച്ചു മാറ്റി. ഞാൻ കുളിച്ച് ഡ്രസ് മാറട്ടെ. ആശാൻ എഴുന്നേറ്റു. കുളത്തിലേക്കാണോ? കണ്ണൻ ചോദിച്ചു. ഇപ്പോൾ തന്നെ അവിടെ കുളിക്കാൻ വേണം. നിറയെ പെണ്ണുങ്ങളാടാ. ഇവിടെ ബാത്റൂമിൽ കുളിക്കാം. സുനിയും കൂടെ ഇറങ്ങി. ദേവു തൊഴുതിറങ്ങുമ്പോൾ ദിനേശിനെയും സ്നേഹയും കണ്ടു. ആ ദേവിക, നന്ദൻ വന്നില്ലേ? ഇല്ല. ആ കഴിഞ്ഞു കാണില്ല. അവൻ മെയിനല്ലേ. ഞാൻ നേരത്തെ ഇറങ്ങി. എവിടെയാ? മണ്ഡപത്തിന് മുകളില്. എന്തേ? ഈ ഡ്രസ്സ് കൊടുക്കാൻ. കയ്യിലെ കവർ കാണിച്ചു. താ, ഞാൻ കൊടുത്തിട്ട് വരാം. ദിനേശ് വാങ്ങി. സ്നേഹയും ഒന്ന് തിരിഞ്ഞു നോക്കി ദിനേശിൻ്റെ ഒപ്പം നടന്നു. കഴിഞ്ഞിറങ്ങുമ്പോൾ ദേവിനെ വിളിക്കാൻ ഫോൺ എടുത്തതും ദിനേശ് വന്ന് ഡ്രസ്സ് തന്നു. അതുമായി ബാത്റൂമിൽ കയറുമ്പോൾ വല്ലാത്തൊരു തിടുക്കം. എത്ര ദിവസം അവളെ അവഗണിച്ചു. അറിയാം, നല്ല വിഷമമുണ്ട്. തനിക്കോ തൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ചെയ്തു തീർക്കാൻ പാടുപെടുമ്പോൾ പെണ്ണിൻ്റെ മങ്ങിയ മുഖം മനസ്സിലേക്ക് ഓടി വരും. വേഗം കുളിച്ചു, ഡ്രസ്സ് മാറി ബാത്റൂമിലെ വലിയ കണ്ണാടിയിലേക്ക് നോക്കി മീശയും താടിയും ഒതുക്കി വെച്ചു. പറഞ്ഞ ഡ്രസ്സ് കൂടാതെ അവളെല്ലാം എടുത്തിട്ടുണ്ട്. തോർത്തുവരെ. നന്ദന് ആദ്യമായി നാണം തോന്നിപ്പോയി. ഒന്ന് സുന്ദരനായി ഇറങ്ങുമ്പോൾ എല്ലാവരും ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഡാ പാടാ, ചായ കുടിക്കാം, ആശാൻ പറഞ്ഞു. നന്ദൻ അങ്ങോട്ട് ചെന്നു. രണ്ടാളും കറുപ്പാണല്ലോ. ദിനേശ് ആക്കി ചിരിച്ചു. നന്ദന് നാണം തോന്നി. ചായ വാങ്ങി കുടിക്കുമ്പോൾ ദേവുവായിരുന്നു മനസ്സ് നിറയെ. താൻ മോഹിച്ചു വാങ്ങിയ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അവളെ കാണാൻ വല്ലാത്ത ധൃതി. ചായ വേഗം കുടിച്ചു. ചായ ഗ്ലാസ് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട് നന്ദൻ വേഗം തിരിഞ്ഞു നടന്നു. നന്ദ, ഞങ്ങളുണ്ട്. ദിനേശ് സ്നേഹം അവൻ്റെ ഒപ്പം ഇറങ്ങി. ആശാനെ, നാളെ കാണാം. ദിനേശ് പറഞ്ഞപ്പോൾ സ്നേഹം തിരിഞ്ഞു നോക്കി. സാരി തട്ടി കാലിടറി വീഴാൻ പോയവളെ നന്ദൻ കയ്യിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് അവനോട് ചേർത്ത് നിർത്തി. അവൾ നേരെ നിന്നതും നന്ദൻ നീങ്ങി. നോക്കണ്ടേ സ്നേഹേ? നന്ദൻ്റെ സ്വരത്തിൽ കരുതലും ദേഷ്യവും. എന്തെങ്കിലും പറ്റിയോടി? ദിനേശ് ആകുലതയോടെ ഓടി വന്നു. അവളെ പിടിച്ചു നോക്കി. ഏയ്, വീണില്ലല്ലോ, നന്ദൻ നിസ്സാരമായി പറഞ്ഞ് വേഗം ഇറങ്ങി. താഴെ എത്തിയപ്പോൾ സ്ത്രീകളെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ തനിക്ക് തൊടേണ്ട ആളെ കാണാനുമില്ല. ഫോണെടുത്ത് വേഗം വിളിച്ചു. ഹലോ. ബഹളത്തിൻ്റെ ഇടയിൽ നിന്ന് വ്യക്തമല്ലാത്ത സ്വരം. എവിടെയാ നീ? നന്ദൻ ചോദിച്ചു. ഞാൻ നടയിലുണ്ട്. നന്ദൻ വേഗം ഫോൺ കട്ട് ചെയ്ത് അമ്പലത്തിലേക്ക് കയറി. അമ്പലത്തിൻ്റെ സൈഡിലൂടെ കയറി മുൻപിലെത്തിയപ്പോൾ ചുറ്റും കണ്ണുകൾ തന്നെ തിരിയുന്നവളെ കണ്ട് ഒരു നിമിഷം ശ്വാസമെടുക്കാൻ മറന്നു. കറുത്ത പൊട്ടും കരിവെത്തിയ കണ്ണുകളും അഴിച്ചിട്ട മുടിയും നെറ്റിയിലെ സിന്ദൂരവും. നന്ദൻ കണ്ണുകൾക്ക് കടിഞ്ഞാൻ ഇടാൻ കഴിയാതെ ഉരുകി. യാന്ത്രികമായി അവളിലേക്ക് അടുക്കുമ്പോൾ കണ്ണുകൾ പൂർണ്ണമായി അവളെ ഹൃദയത്തിലേക്ക് പതിപ്പിച്ചു. തേടിയ കരിയെത്തിയ കണ്ണുകൾ നന്ദനെ കണ്ടതും തിളങ്ങി.
പെട്ടെന്ന് അത് നിറഞ്ഞു. കണ്ണുകളിൽ പരിഭവം കലർന്നു. നന്ദൻ ഉമിനീരിറക്കി അവളുടെ അരികിലേക്ക് നിന്നു. തൊഴാം. തലയാട്ടി അവൾക്ക് പിറകെ നടന്നു. കല്യാണത്തിന് ശേഷം ആദ്യമായി ദേവിയുടെ നടയിൽ ഒരുമിച്ച് നിന്ന് തൊഴുതു. രണ്ടാൾക്കും ഒരേ പ്രാർത്ഥന മാത്രം. ദേവി ചിരിച്ചു. ദേവുവിനെ എന്നിൽ നിന്ന് ഒരിക്കലും അകറ്റരുതേ ദേവി. അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ഇനി അവളില്ലാതെ ഓർക്കാൻ പോലും കഴിയുന്നില്ല. നന്ദൻ ആദ്യമായി മനം നൊന്ത് കേണു. തൊഴുതിറങ്ങുമ്പോൾ ദേവു കണ്ണു തുടച്ചു. ദേവു മുറ്റത്തേക്കിറങ്ങി കുളത്തിൻ്റെ അരികിലേക്ക് നിന്നു. നല്ല വെളിച്ചമുണ്ട്. അവളിൽ നിന്നും കണ്ണുകൾ മാറ്റാൻ കഴിയാതെ നന്ദൻ വിയർത്തു. ദേവു. നിറഞ്ഞ കണ്ണുകൾ വീണ്ടും നിറഞ്ഞപ്പോൾ നന്ദൻ സംശയത്തോടെ വിളിച്ചു. നന്ദേട്ടന് എന്നെ ഇഷ്ടല്ലേ? പറയുമ്പോൾ കരഞ്ഞുപോയി. ശബ്ദം ഇടറി. നന്ദൻ മേച്ചു നിന്നു. എന്നോട് മിണ്ടുന്നില്ല, എന്നെ നോക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്നെക്കൊണ്ട് ഇങ്ങനെയൊന്നും പറ്റുന്നില്ല. ദേവുവിൻ്റെ മൂക്ക് ചുവന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയും നന്ദേട്ട. നന്ദേട്ടൻ ഇങ്ങനെ അവഗണിക്കുമ്പോൾ എന്തോ പോലെ. എനിക്ക് നന്ദേട്ടനെ അത്ര ഇഷ്ടമായതുകൊണ്ടാവും. തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ദേവു മിഴികൾ അമർത്തി തുടയ്ക്കുമ്പോൾ നന്ദൻ അങ്ങനെ നിന്നുകൊണ്ട് പുറകിലെ നടയിലേക്ക് നോക്കി. ദേവി ഇപ്പോഴും ശാന്തമായി ചിരിക്കുന്നുണ്ട്. കരിയായുധ കണ്ണുകൾ പടർന്നു. നന്ദൻ്റെ ശ്വാസം വിളങ്ങി. എന്നെ ഇഷ്ടമല്ലേ? കരിപടർന്നും ചുവപ്പ് കലങ്ങിയും കണ്ണുകൾ പരിഭവിക്കുമ്പോൾ നന്ദൻ ഉത്തരമില്ലാതെ വിയർത്തു. ശ്വാസം കിട്ടാതെ വലിഞ്ഞു. ഇടിച്ചു പൊട്ടി തെറിക്കാൻ പാകത്തിന് ഹൃദയവും തയ്യാറെടുത്തു. ദേവു അപ്പോഴും കരച്ചിൽ തന്നെ. നന്ദൻ ചുറ്റും നോക്കി. അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. അമ്പലത്തിന് സൈഡിലെ കവുങ്ങ് തോട്ടത്തിലേക്കാണ് അവളെ കൂട്ടി നടന്നത്. കൊമ്പന്മാരെ അവിടെ കെട്ടിയതുകൊണ്ട് അധികം വെളിച്ചമൊന്നുമില്ല. നന്ദേട്ടാ. നന്ദനൊന്നും മിണ്ടാതെ ഒരു കവുങ്ങിൻ്റെ ചോട്ടിലേക്ക് ദേവുവിനെ പിടിച്ചു നിർത്തി. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അവൻ അവളുടെ ചുണ്ടിന്മേൽ വിരൽ വെച്ചു. അവളെന്ന് വിറച്ചുപോയി. നന്ദൻ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി. ചോദിച്ചതിന് മറുപടി പറയാതെ വേണ്ടായിരുന്നു, ചോദിക്കണ്ടായിരുന്നു. നാണം കെട്ട പോലെയായി. ദേവു അവനെ തള്ളി മാറ്റി. നന്ദൻ പെട്ടെന്ന് പുറകോട്ട് അഞ്ഞുപോയി. മുഖം കയറ്റി പിടിച്ചു കടന്നു പോകുന്നവളെ കൈവലിച്ച് വീണ്ടും കവുങ്ങിലേക്ക് ചേർത്ത് നിർത്തി. ഒപ്പം അവനും അവളിലേക്ക് ചേർന്നു നിന്നു. ഇപ്രാവശ്യം ദേവു ഞെട്ടി. അവളുടെ കണ്ണുകൾ ഒന്നുകൂടെ ഉരുണ്ടു. നീ ചോദിച്ചതിന് ഉത്തരം വേണ്ടേ? നന്ദൻ ദേവുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ദേവു വിയർത്തു പോയിരുന്നു. നിന്നെ ഇഷ്ടമാണോ എന്നല്ലേ? നന്ദൻ അവളുടെ കൈവിട്ട് അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. ദേവുവിൻ്റെ ശരീരം മൊത്തം ആലിര പോലെ വിറച്ചു. നിന്നെ ഇഷ്ടമാണോ എന്നല്ലേ? നിന്നെ ഇഷ്ടമല്ല ദേവു, നിന്നെ ജീവന, നന്ദൻ്റെ പ്രാണൻ. നന്ദൻ്റെ മുഖഭാവം പ്രണയവും സ്നേഹവും ദേവുവിൻ്റെ അടിവയറ്റിൽ എന്തോ ഒന്ന്, പറഞ്ഞിറക്കാൻ കഴിയാത്ത എന്തോ ഉമിനീരൊന്ന് ഇറക്കിപ്പോയി. നന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ജീവനാടി പെണ്ണി. നന്ദൻ അവളുടെ നെറ്റിൽ അമർത്തി ചുംബിച്ചു. ദേവു ഇരുമിഴികളും അടച്ച് ആ ചുംബനം സ്വീകരിച്ചു. ദേവു. അത്ര ബഹളങ്ങൾക്കിടയിലും നന്ദൻ അവളുടെ കാതോരം വിളിച്ചതും അവളെ മിഴികൾ തുറന്നു. അവൻ്റെ നോട്ടം താങ്ങാൻ കഴിയാതെ തളർന്നു പോകുന്ന പോലെ. മൈക്കിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ഞെട്ടലോടെ നന്ദൻ തിരിഞ്ഞു നോക്കി. ദേവു അപ്പോഴും ഹാങ് ഓവറിൽ തന്നെയാണ്. ദേവു വാ, ഇവിടെ അധികം നിൽക്കണ്ട. നന്ദൻ തിരക്ക് കൂടി വരുന്ന കണ്ടപ്പോൾ അവളുടെ കൈപിടിച്ച് നടന്നു. ദേവു ഒരു പാവ കണക്കി അവൻ്റെ പുറകെ നടന്നു. എന്തൊക്കെയാ ഇപ്പോൾ നടന്നത്? സത്യം തന്നെയല്ലേ? ദേവു നന്ദൻ്റെ പ്രാണനാണെന്നല്ലേ പറഞ്ഞത്? അതെ ദേവി. ദേവു നെഞ്ചിൽ കൈവച്ച് നിന്നുപോയി. കണ്ണുകൾ ഭക്തിയോടെയും നന്ദിയോടെയും നിറഞ്ഞു.